ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സിയാൻ ടർബോ. നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഗെയിമിൻ്റെ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഒരു ഗെയിമിൻ്റെ ഒക്കെ വീഡിയോ വരുമെന്ന്. നമ്മൾ എടുക്കാൻ പോകുന്ന പബ്ജിയുടെ വീഡിയോ ആണ്. നമ്മൾ കളിക്കുന്നതിൻ്റെ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സൊന്നും ഇന്നില്ല സ്ഥലത്ത്. ഓക്കെ, ഇത് എൻ്റെ എൻട്രിയാണ്. ഓക്കെ, നമുക്കിനി കളിയിലോട്ട് പോവാം. സ്വിച്ച് ചെയ്യട്ടോ. നമ്മുടെ പബ്ജി കളിയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പബ്ജി നമ്മുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് എല്ലാം നടക്കുന്നു. അപ്ഡേഷൻ അല്ല, നെറ്റ്വർക്ക് നമ്മുടെ പോയി കിടക്കുവാണ് ഗൈസ്. നെറ്റ് ഇപ്പോൾ ഓണായി. അങ്ങനെ നമ്മൾ നെറ്റ് ഓണായി. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് കയറുവാണ്, അതും പബ്ജി. നമുക്ക് സ്കിപ്പ് ചെയ്യാം, നമുക്ക് ഓൾറെഡി അക്കൗണ്ട്സ് ഉണ്ട്. നമ്മൾ കളിയോട്ട് കയറുവാണ്. ഗൈസ്, ഇനി നമ്മൾ കളിയിലോട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് പോവാണ്. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഇതാണ് ഞാൻ. നമ്മുടെ ആൾക്കാരൊക്കെ നിന്നു. ഇനി നമ്മുടെ പബ്ജിയിലോട്ട് കടക്കാൻ പോവാണ് ഗൈസ്. നല്ല സൂപ്പർ എൻട്രി. ഇന്ന് ജയിക്കാൻ പറ്റുമോ തോക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒറ്റ കൈ വെച്ച് എനിക്ക് ഇനി ഇപ്പം കളിക്കാൻ പറ്റും. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും പബ്ജിയുടെ ഒരു വീഡിയോ എടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇനി എന്തായാലും ഇതുപോലത്തെ കുറേ വീഡിയോസ് വരും നിങ്ങളുടെ സ്ഥലത്ത്. ഓക്കെ, എന്തായാലും ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് സ്പീഡ് കുറവായിരിക്കും. ഞാൻ ഇറങ്ങുന്നതിൻ്റെ പിന്നെ കാറൊക്കെ എടുക്കണം നമുക്ക്. എന്തായാലും ഇപ്പം എങ്ങോട്ട് ഇറങ്ങുന്നത് നോക്കട്ടെ. തോക്ക് കിട്ടേണ്ട സ്ഥലത്തോട്ടാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മുടെ മെയിൻ പ്ലേസിലോട്ട് എന്തായാലും നമുക്കിപ്പം കിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് കിട്ടിയ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് പറ്റുന്ന തോക്കെടുക്കാം. ഓൾറെഡി നമ്മുടെ ഒരു കത്തിയുണ്ട്. മിക്ക ആൾക്കാരും ഇപ്പോൾ പബ്ജിയുടെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പം നമ്മളൊക്കെ ലേറ്റ് ആയതേ ഉള്ളൂ. ലേറ്റായി ഈ പബ്ജിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ. മിക്ക ആൾക്കാരും ഇപ്പോൾ പബ്ജിയുടെ വീഡിയോ ഉണ്ട്. കാണാത്തവർ കാണുക. ഓക്കെ, ഒന്നുകൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയാം, സിയാൻ ടർബോ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. ഓക്കെ, നമ്മൾ എല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇതുമുണ്ട്, കളിയുണ്ട്. ഓക്കെ, എല്ലാം കാണുന്നുണ്ടല്ലോ. ഇപ്പം സൗണ്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാത്ത ഇവർ കളിക്കുന്നതിൻ്റെ. നല്ല സൗണ്ട് വേണമെങ്കിൽ നമുക്ക് സൗണ്ട് വെക്കുകയും ചെയ്യാം. ഡോൺ വറി. അതിൻ്റെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ സൗണ്ട് നമ്മളെ കൊല്ലാനുള്ള ഏതോ ഒരു കക്ഷി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നുണ്ട് ഗൈസ്. അന്നേരം നമുക്കതിൻ്റെ ഒരു എൻട്രി നോക്കണം. നമ്മളെ കൊല്ലാനുള്ള വില്ലൻ ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ്. നമുക്ക് ഒളിക്കാനുള്ള പ്ലേസ് അല്ല വേണ്ടത്. നമ്മൾ
ഒരാൾക്ക് ഹെൽപ്പ് വേണ്ടി വരും. നമുക്കെന്തായാലും ഒന്ന് സൈഡ് നിന്ന് കൊടുക്കാം. അവൻ അവിടെ ഡൗൺ ആയി ഗൈസ്. നമ്മളെ ഒരു വെടി വെച്ചതേ ഉള്ളൂ. ഈ കക്ഷിയായിരുന്നു നമ്മളെ വെടി വെച്ചത്. എന്നിട്ട് നമ്മളൊരു പണി കൊടുത്ത്. നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മളെന്തായാലും അങ്ങനെ ഒരാൾ ഫിനിഷ്ഡ്. എന്തായാലും അവൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇനി എടുക്കണം. ഇനി നമുക്ക് എന്തായാലും കയറാനുള്ള സ്പേസ് വേണമെന്നുണ്ട്. പക്ഷേ നമുക്ക് വേറൊരു ഗണ്ണെടുക്കാം. എന്നുവെച്ചാൽ ഇതിനകത്ത് ബുള്ളറ്റ്സ് കുറവാണ്. അതുകൊണ്ട് പെട്രോൾ അതിൻ്റെ ഫ്യൂലുണ്ട്, അവരോട് നോക്കാം. ഓക്കെ, അന്നേരം നമുക്കവിടെ കളി പിന്നെ നമുക്ക് പോകേണ്ട പ്ലേസ് ഒരു വണ്ടി കിട്ടിയായിരുന്നെങ്കിൽ നമുക്കതേ പിടിച്ച് കയറായിരുന്നു. ജീപ്പോ ഓപ്പൺ കാറോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ. ഒരു വണ്ടി പോലും ഇല്ല ഗൈസ് ഇവിടെ, നമുക്ക് കയറിപ്പോവാൻ. അങ്ങനത്തെ സിറ്റുവേഷനാണ്. വേറെ വണ്ടി നോക്കിയപ്പോൾ അത് വണ്ടിയാണോ നോക്കിയപ്പോൾ അത് ഫുള്ള് ഡാമേജായി കിടക്കുന്ന വണ്ടിയാണ്, തൂരും പഠിച്ചൊക്കെ. കൺട്രോൾ ഗൈസ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഒരെണ്ണത്തിനെയും പോലും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ പേര് ഇവിടെ മേളിലുണ്ട്. ഇതിൽ സിയാൻ മെർലിൻ IP ആണ് നമ്മുടെ പേര് കിടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ PUBG ഉണ്ടെങ്കിൽ ഈ പേരൊന്ന് അടിക്കുക. സിയാൻ മെർലിൻ IP എന്നും വരും. നമുക്കെന്തായാലും നോക്കാം. പക്ഷേ നമുക്കൊന്ന് ഇവിടുത്തെ സ്ഥലത്ത് ഒന്ന് നോക്കട്ടെ. ഇവിടെ എന്തായാലും സിറ്റുവേഷൻ നമുക്ക് ഡള്ളായിരിക്കും. എന്നുവെച്ചാൽ ആൾക്കാർ കാണും. ഇപ്പോൾ വേറെ രീതിയായി. അതുകൊണ്ട്
നമ്മളെ വെടിവെക്കാൻ വന്നതാണ് ഗൈസ്. അത്രേ ഉള്ളൂ. ഒറ്റ വെടിക്ക് നമ്മൾ താഴെ ഗൈസ്. എന്തായാലും അവനെ കൊന്നിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റും, അല്ലാതെ നമുക്കൊരിതില്ല. ഇവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു, നമ്മളെ ഒന്ന് പിടിക്കണം. കുതിര നമുക്ക് കുതിരയുടെ മേളിൽ കയറി അങ്ങ് പോകും ഗൈസ്. പബ്ജിക്കകത്താണ് ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ കാണാനും എല്ലാം ഉണ്ട്. ഇതായതുകൊണ്ട് കുതിരയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. ജമ്പിങ് ആണെങ്കിലും എല്ലാം ഉണ്ട്. നല്ല സ്പീഡിൽ പോയിക്കോളും കക്ഷി. ആൾക്കാണെങ്കിൽ നമ്മൾ ഈ പെട്രോൾ അടിക്കണ്ട, ഒന്നും അടിക്കണ്ട. നമ്മളിപ്പോൾ കുതിരയുടെ മുകളിൽ കയറിയപ്പോൾ അതുകൊണ്ട് കാറ് കിടക്കുന്നു അവിടെ. ഇത്രയും നേരം നോക്കിയിട്ട് ഒരു കാറ് കണ്ടില്ല ഗൈസ്. നമ്മൾ വേറെ ഒരു സാധനത്തേക്ക് കയറുമ്പോഴായിരിക്കും ഒരു സാധനം കിട്ടുന്നത് നമുക്ക്. ജമ്പിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ രീതിയാണ് ഞാനിപ്പോൾ കളിക്കുന്നത്. നമുക്ക് ജമ്പ് ചെയ്ത് കയറാം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ ജമ്പ് ചെയ്യാൻ എന്നെയും കൊണ്ട് ദിയമാവോ നോക്കട്ടെ. എന്തായാലും നമ്മൾ 61 ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരെ വരെ നമുക്ക് അടിച്ചൂറാക്കളയണം. അതുകൊണ്ട് നമുക്കെന്തായാലും ഒരു മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി നമുക്ക് ചെയ്തേ പറ്റൂ ഗൈസ്. നമുക്ക് ഇവിടെ ഒന്ന് നിർത്താം എന്ന് വെച്ചാൽ ആൾക്കാരൊന്നും ഇങ്ങോട്ട് കാണുന്നില്ല. നിർത്തിയിട്ടൊരു കാര്യമില്ല ഗൈസ്. നമ്മളെന്താ ചിലപ്പം ചാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ റിക്കവറിൽ പോവാണ്. റിവേഴ്സ് ഗിയർ ഇട്ട പണി കിട്ടും ഗൈസ്. എവിടെയൊക്കെ വെടിവെപ്പ് നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ നിർത്തും പിടിയും കിട്ടുന്നില്ല. നമ്മൾ പോകുന്ന ഒരിടത്ത് പോലും ഒരെണ്ണം പോലും ഇല്ല. ആകെ നമുക്ക് കിട്ടിയത് വെറും 2 പേര്. നമുക്കൊന്ന് തിരിച്ചു കൊടുക്കണം. എൻ്റെ കൈ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ബോംബ് കൊണ്ട് ചാവും, അല്ലെങ്കിൽ നോർമലി ചാവാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ഇവിടുന്ന് സ്കിപ്പാവാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആ രീതിയിലാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഇപ്പോഴത്തെ പബ്ജി അപ്ഡേഷൻ്റെ ഒരു സാധനമാണ് നമ്മുടെ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർലി കണ്ടു കാണത്തില്ല. ഇതിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്നെ കൊണ്ട് നല്ല സ്പീഡിലാണ് സാധനം പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫീൽഡിലത്
എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം. വേറെ ഒന്നും ഉണ്ടല്ലോ. ഇവിടെ എന്തോ ഒരു വശപ്പസ് കൊണ്ട് ഗൈസ്. രണ്ടും കൽപ്പിച്ച് നേരെ പോവാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ വരുന്നത് വെച്ച് കാണാം. ഹെലികോപ്റ്ററാന്ന് തോന്നുന്നു ഗൈസ്. എന്തൊക്കെയോ സൗണ്ട് ഉണ്ട് ഇതിൽ. ഈ നമ്മൾ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കക്ഷി അങ്ങ് മാറിയെന്ന് ഗൈസ്. എന്താ ചെയ്യാനെന്ന് പറ. ഗൈസ് നമ്മളിപ്പോൾ ഒന്ന് തിരിഞ്ഞ് പോകണം. റോബോട്ട്സിനെ കണ്ടു ഗൈസ്. രണ്ടുപേരും നല്ല കിടുക്കനടിയാണ്. ഇതിൽ നമുക്ക് ഫീൽഡിലൊന്നും വേണ്ട. വെറൈ ഫീൽഡിൽ നമ്മൾ താഴെ വീണ് ഗൈസ്. നമ്മൾ താഴെ വീണ് ഒഴിക്കപ്പെട്ട്. നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ആൾക്കാർ വന്നു ഗൈസ്. നമ്മുടെ പിള്ളേരെത്തി ഗൈസ്. അവൻ രക്ഷിച്ച രക്ഷിച്ചു ഗൈസ്. നമ്മുടെ കുതിരയ്ക്ക് വരെ ഒരു വീഡിയോ കയറ്റി. ആ സ്ഥലം ഒന്ന് മാറി. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകണം. ഇവിടെങ്ങാണ്ടാണ് നമ്മുടെ വെടിവെപ്പ് പോകണത് തന്നെ. എന്നെ വെടിവെച്ചിട്ടവന്മാർ ഇവിടെങ്ങാണ്ട് എന്തോ ഉണ്ട് ഗൈസ്. ഒരെണ്ണത്തിന് നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെങ്ങാണ്ടോ പാളിപ്പോയിട്ടുണ്ട് എന്ന് ഡൗട്ടുണ്ട്. എന്തായാലും ഇവിടെ ബോംബ് സ്ഫോടനമാണ് ഗൈസ്. ഈ പ്ലേസിൽ എന്തൊക്കെയോ വശപ്പശ കൊണ്ടല്ലോ. അയ്യോ, അത് ഞാൻ വിചാരിച്ചു നമ്മളെ കൊന്നു. ആ കുതിരയുടെ പുറത്തെങ്കിലും ആർക്കും കയറിപ്പോക്കൂടെ. നമ്മളെ കയറ്റാതെ പോയി ഗൈസ്. ആ കുതിരയും കൊണ്ട് നമ്മുടെ കുതിര പോയി ഗൈസ്. ഇപ്പോൾ ഒരു പിടി കിട്ടി ഗൈസ്. അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ബൈക്ക് നമുക്ക് എടുക്കാൻ പറ്റിയാൽ അത്രയ്ക്കും നല്ലത്. ഞാൻ പോയി ആ ബൈക്ക് എടുത്തിട്ട് വരാം ഗൈസ്. ബൈക്ക് എടുത്തു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കായതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ഒരു
നമ്മുടെ ഗണ്ണിൻ്റെ എന്തോ ഒരു പ്രശ്നം. നമ്മളെ ആരോ വിളിക്കുന്നു ഗൈസ്. 1 സെക്കൻഡ് ഗൈസ്. നമ്മളിപ്പം നേരെ പൊക്കോണ്ടിരിക്കുവാണ്. ഓക്കെ, നമ്മളിപ്പം ഡേഞ്ചർ സ്ഥലത്തോട്ടാണ്. തന്നെ എഴുതി കാണിച്ചു. എന്തായാലും 18 പേരേ ഉള്ളൂ. നമ്മൾ വേറെ 2 പേരെയാണ് കൊന്നേക്കുന്നത്. ഐ ആം കമ്മിങ് ദ. നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് ഗൈസ്. ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് പോകണം. നമ്മളെ കക്ഷിയെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഗൈസ്. നമ്മളെക്കാട്ടിലും കുറേ അങ്ങാണ്. നമ്മുടെ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ രക്ഷിച്ച ആ കക്ഷി തന്നെയാണ് ഗൈസ്. ഗൈസ് ഗണ്ണ് പോയി എടുക്കണം. ഞാൻ പോയി എടുത്തിട്ട് വരാം ഗൈസ്. നമ്മൾ ഈ സാധനത്തിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുമ്പ് തൊട്ടായിട്ട് കണ്ട സാധനം. ഇപ്പം PUBG വന്നിരിക്കുന്ന അപ്ഡേഷൻ ഈ സാധനമാണ് ഗൈസ്. ഈ സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും നമ്മൾ ഈ വണ്ടിക്കകത്ത് കയറിയിരിപ്പുണ്ട്. നമ്മൾ മാത്രമല്ല, ഒരു 4 പേര് നമ്മുടെ ആൾക്കാർ ഫുള്ള് ഇതിനകത്ത് കയറിയിരിക്കുക. ഒരാൾ 4ാമത്തെ കക്ഷി പോയി നിൽക്കുന്നു. ഞാനിതിനകത്ത് തന്നെ ഉണ്ട്. ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, വേറെ ആളാണ്. അതുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവനെ വെടിവെച്ച് താഴെ ഇട്ട്. നമ്മുടെ എനിമീസിനെ കൊല്ലാൻ ഈ സാധനം തന്നെ വേണം ഗൈസ്. ആ 8 പേരായി ഗൈസ്, 8 പേരായി. നമ്മുടെ ടീം ഉറപ്പിക്കുകയാണ്. പ്രാവശ്യം ഒരു 1.5 കളിയാണ് ഗൈസ് നമ്മളെടുത്തത് തന്നെ. ആരോ ഒരാൾ ഹെൽപ്പ് വേണം. പക്ഷേ എന്തായാലും നമ്മുടെ ആൾ പോയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ എല്ലാത്തിനും. അതുകൊണ്ട് നമുക്കെന്തായാലും ഇങ്ങോട്ട് നോക്കണ്ട ഗൈസ്. ഇപ്പം തന്നെ നമുക്ക് ബാക്ക് അടിക്കാം. നമ്മുടെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു. ഗൈസ് നമുക്കെന്തായാലും ഒരു പറക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും നമ്മളെടുക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ചാവുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോട്ടെ. എവിടെയൊക്കെ വെടിവെപ്പുണ്ട് ഗൈസ്. നമ്മുടെ ആളെ തന്നെ വെടിവെക്കുന്നത്. അവനും കൂടെ അതിനകത്ത് കയറിയ ഫുള്ളായി. അവരും കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കാം. ഇനി എന്തായാലും പോകട്ടെ. അവൻ വണ്ടി ഓടിക്കട്ടെ ഗൈസ്. നമ്മൾ എത്ര നേരം വണ്ടി ഓടിച്ചു. അതൊരു കക്ഷിയാണോ? അല്ല ഗൈസ്, നമുക്കിങ്ങനെ പോവാം. ഒരാൾ വരുന്നേ. അവനെ കൊന്നില്ലേ? അവനെ 7 പേരുണ്ട്. എന്തായാലും അവന്മാർ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഞാൻ മാത്രം ഇതിനകത്ത് കയറി ഇരിക്കുകയാണ് ഗൈസ്. അത് കുതിരയായിരുന്നു ഗൈസ്. വെറുതെ കുതിര വരെ ഇതാക്കി കളഞ്ഞ്, സ്റ്റാച്ചു ആക്കി കളഞ്ഞ്. 7 പേരുണ്ട്. ഏതാനും നിമിഷത്തിലകം നമുക്ക് നോക്കട്ടെ. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നോക്കാം. 6 പേരായി.
ആകെ 2 പേരേ ഉള്ളൂ ഗൈസ്. ആ 2 പേരും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പബ്ജി ഗെയിം കഴിഞ്ഞു. ഇനി അടുത്ത ഗെയിം എന്തായാലും ഉടനെ തന്നെ കാണും, ഇപ്പോഴൊന്നും അല്ല. ഇനി ഒരേ ഒരാൾ മാത്രം. ആരോ വെടിവെപ്പിക്കുന്നുണ്ട്, നോക്കട്ടെ എവിടെ നിന്നാണെന്നൊരു പിടിയുമില്ല. ഫിനിഷ് ഗൈസ്, അങ്ങനെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ വണ്ടിയിലൊന്ന് കാണാൻ പറ്റി ഗൈസ്. നമുക്കൊന്ന് വെടിവെച്ച് നോക്കാം. ഒന്നുകൂടെ നമുക്കൊരു ഷൂട്ട് കൊടുക്കാം. അങ്ങനെ ഗൈസ്, നമ്മുടെ പബ്ജി ഗെയിം കഴിഞ്ഞു, ഫിനിഷ്ഡ്. മികച്ചയാണ് MVP ആയത്. 8 പേരാണ് പോകുന്നത്. നമ്മളിവിടെ തന്നെ ഉണ്ട്, അവിടെ നമ്മുടെ ഇന്നത്തുണ്ട്. അങ്ങനെ നമ്മുടെ പബ്ജി കഴിഞ്ഞു. ഓക്കെ, പബ്ജിയുടെ കളി ഫിനിഷ്ഡ്. തിരിച്ച് നമ്മൾ സ്ഥലത്തെത്തി. ഓക്കെ ഗൈസ്, പബ്ജിയുടെ ഗെയിം കഴിഞ്ഞു. വേറൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. സിയാൻ ടർബോ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.